GST നിരക്കുകൾ കുറച്ചു, ടാക്സ് സ്ലാബുകൾ പരിഷ്കരിച്ചു, സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നു തുടങ്ങിയ കാര്യങ്ങൾ നാം നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ എന്താണ് GST? എന്തിനാണ് GST നിലവിൽ വന്നത്? ആരെല്ലാമാണ് GST അടയ്ക്കേണ്ടത്? തുടങ്ങിയ കാര്യങ്ങൾ വളരെ സിമ്പിളായി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനായി ആദ്യം നമുക്ക് ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിനെ പരിചയപ്പെടാം. ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു വ്യക്തിയോ കമ്പനിയോ ഡയറക്റ്റായി അവരുടെ വരുമാനത്തിന് മേലുള്ള ടാക്സിനെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. അതൊരു വ്യക്തിക്ക് മേൽ ഡയറക്റ്റായി ലെവി ചെയ്യപ്പെടുന്ന ടാക്സാണ്. വ്യക്തികൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ്, കമ്പനികൾ അടയ്ക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് തുടങ്ങിയവ ഇതെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല. ഇൻഡയറക്റ്റായി ഒരു വ്യക്തിക്ക് മേൽ ലെവി ചെയ്യപ്പെടുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അത് ഒരു ഇൻ്റർമീഡിയറി വഴി കളക്ട് ചെയ്യപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന തുകയാണ്. ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സെയിലോ ഇമ്പോർട്ടോ നടക്കുമ്പോൾ ഇൻഡയറക്റ്റായി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന തുക. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്ക് മേലും ഒരു ടാക്സ് കമ്പോണൻ്റ് ഉൾപ്പെടുകയും ആ ടാക്സിനെ ഒരു ഇൻ്റർമീഡിയറി, ഷോപ്പ് കീപ്പർ ആകാം അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആകാം, ആ വ്യക്തി വഴി കളക്ട് ചെയ്യപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അതായത് നമ്മൾ ഡയറക്റ്റായി ടാക്സ് അടയ്ക്കുന്നില്ല. GST, കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയവയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. GST എന്നാണ് നിലവിൽ വന്നതെന്ന് നോക്കാം. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. വൺ നേഷൻ വൺ ടാക്സ് എന്ന മോട്ടോയോട് കൂടിയാണ് GST ആവിഷ്കരിക്കപ്പെട്ടത്. അതിന് മുൻപുള്ള ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കുറച്ച് കൺഫ്യൂസ്ഡ് ആയ ഒരു സിസ്റ്റമായിരുന്നു. പല മേഖലകളിലായാണ് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യപ്പെട്ടിരുന്നത്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, ലക്ഷറി ടാക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് ടാക്സ് കളക്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ GST നിലവിൽ വന്നതോടുകൂടി ഇതെല്ലാം ഏകോപിപ്പിച്ച് ഒരു സിംഗിൾ യൂണിഫോം ടാക്സ് സിസ്റ്റം നിലവിൽ വന്നു. അങ്ങനെ മുൻപുണ്ടായിരുന്ന കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാകുകയും ഒരൊറ്റ ടാക്സ് സിസ്റ്റം നിലവിൽ വരികയും ചെയ്തു. നിങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയോ സർവീസുകൾ അവെയിൽ ചെയ്യുകയോ ചെയ്താൽ അത് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ആകട്ടെ, സ്റ്റേറ്റിനകത്താകട്ടെ പുറത്താകട്ടെ, GST ബാധകമാണ്. സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നു. സ്റ്റേറ്റിന് പുറത്തേക്കുള്ള സെയിലുകളെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ എന്നും പറയാം. ഇങ്ങനെ സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന GST രണ്ടായി വിഘടിച്ചാണ് ഗവൺമെൻറ്റിലേക്ക് ലഭിക്കുക. CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും SGST അഥവാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ നടക്കുമ്പോൾ, സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് സെയിൽ നടക്കുമ്പോൾ IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന പേരിലാണ് ടാക്സ് കളക്ട് ചെയ്യപ്പെടുക. യൂണിയൻ ടെറിട്ടറീസിൽ ഇതിൻ്റെ പേര് UTGST എന്നാണ്. അപ്പോൾ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് 50% സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇത് കൂടുതൽ വ്യക്തമാകാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നു എന്ന് കരുതുക. ഫോണിൻ്റെ വില 10,000 രൂപ. GST 18%, 1,800 രൂപ. അങ്ങനെ ടോട്ടൽ വില 11,800 ഫോണിൻ്റെ പ്രൈസ്. അങ്ങനെയെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഫോണിൻ്റെ മേലുള്ള GST, അതായത് 1,800 രൂപ ഗവൺമെൻറ്റിലേക്ക് എങ്ങനെയാണ് കളക്ട് ചെയ്യപ്പെട്ട് അടയ്ക്കപ്പെടുക? 900 രൂപ CGSTയും 900 രൂപ SGSTയും എന്ന രീതിയിൽ ആണ് ഗവൺമെൻറ്റിലേക്ക് ഇത് ലഭിക്കുക. അപ്പോൾ ഷോപ്പ് കീപ്പറിന് ലഭിക്കുന്നത് 10,000 രൂപയും ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് 1,800 രൂപ ടാക്സുമാണ്. നമ്മൾ അടയ്ക്കേണ്ട വില 11,800 ആണ്. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളുടെയും ബില്ലെടുത്ത് പരിശോധിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും ആർക്കെല്ലാമാണ് GST നിർബന്ധമുള്ളത് എന്ന് നോക്കാം. ബിസിനസ്സുകൾക്ക് അവരുടെ ടേൺ ഓവർ ഒരു പ്രത്യേക ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് GST നിർബന്ധമാകുന്നത്. നിങ്ങൾ ഒരു ഗുഡ്സ് ഡീല് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ 40 lakhsന് മേൽ പോയാൽ നിങ്ങൾക്ക് GST മാൻഡേറ്ററി ആണ്, അഥവാ നിർബന്ധമാണ്. നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 20 lakhsന് മേൽ നിങ്ങളുടെ ടേൺ ഓവർ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് GST നിർബന്ധമാകും. GST ലിമിറ്റുകൾ, അതായത് ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്യാതെയും നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അതിനെ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നു. ഒരു പ്രത്യേക ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്താൽ മാത്രമാണ് GST നിർബന്ധമാകുന്നത്. ചില സ്റ്റേറ്റുകളിൽ, അതായത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽ ഗുഡ്സിന് 20 lakhsഉം സർവീസസിന് 10 lakhsഉം ക്രോസ് ചെയ്താൽ GST മാൻഡേറ്ററി ആകും.
ഇനിയും ഏതൊക്കെ സ്ലാബുകളിലായാണ് ജി എസ് ടി കളക്ട് ചെയ്യപ്പെടുക, അതായത് ജി എസ് ടിയുടെ വിവിധ ടാക്സ് റേറ്റുകളെ നമുക്കൊന്ന് നോക്കാം. 5%, 12%, 18%, 28% എന്നീ സ്ലാബുകളിലായാണ് ജി എസ് ടി കളക്ട് ചെയ്യപ്പെടുന്നത്. ഓരോ സാധനങ്ങൾക്കും ഓരോ നിശ്ചിത ടാക്സ് റേറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധനങ്ങളുടെ നിത്യ ഉപയോഗ സാധനങ്ങളാണെങ്കിൽ സാധനങ്ങളുടെ ഉപയോഗമനുസരിച്ചാണ്, അതായത് നിത്യേന നമ്മൾ ഉപയോഗിക്കാറുള്ള സാധനങ്ങളാണെങ്കിൽ അതിന് ചെറിയ ടാക്സ് റേറ്റും, ലക്ഷറി കൂടുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് കൂടുകയും ചെയ്യുന്നു. ഇലക്ട്രോണിക് ഗുഡ്സ്, ചില പ്രത്യേക കാറ്റഗറി ഗുഡ്സ്, അതിനെല്ലാം കൂടിയ ടാക്സ് റേറ്റാണ് നിലവിലുള്ളത്. ഇതിനു പുറമേ സെസ് എന്ന ഒരു അധിക ചാർജ് കൂടി ഈടാക്കാറുണ്ട്. അതായത് സിൻ ഗുഡ്സ് അഥവാ പാൻ മസാല അല്ലെങ്കിൽ എയ്റേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി പോലെയുള്ളവയ്ക്ക് ഒരു അഡീഷണൽ സെസ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സാധനങ്ങൾക്ക് സീറോ ടാക്സ് എന്ന ഒരു റേറ്റും നിലവിലുണ്ട്. എങ്ങനെയെല്ലാമാണ് ജി എസ് ടി കളക്ട് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ റേറ്റുകളിലാണ് കളക്ട് ചെയ്യപ്പെടുന്നത്, എന്തിനാണ് ജി എസ് ടി നിലവിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിന്നും സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ജി എസ് ടിയുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളെക്കുറിച്ചുള്ള വളരെ സിംപ്ലിഫൈഡ് ഫോമിലുള്ള എക്സ്പ്ലനേഷൻസുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഓൾ.